ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫുഡ് സ്റ്റാർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചൊരു യാത്ര പോവുകയാണ്. പാലക്കാട്, മലമ്പുഴ എന്നീ സ്ഥലങ്ങളിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 5:30 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ട്രാവലറിലാണ് പോകുന്നത്. ആദ്യം പോകുന്നത് പാലക്കാട് കോട്ടയിലേക്കാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. യാത്ര പോവാന്ന് പറഞ്ഞാൽ മക്കൾക്കൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ഇന്നലെ ഉറങ്ങാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. യാത്ര തുടങ്ങിയപ്പോഴേക്കും അവർ DJ സോങ് എല്ലാം ഇട്ട് നല്ല ആക്റ്റീവാണ്. രാവിലെ ഒരു 8 മണിയായപ്പോഴേക്കും ഭക്ഷണം എല്ലാം കഴിച്ചു. റോഡ് സൈഡിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. രാവിലെയും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. എല്ലാവരും ഒരുമിച്ചുള്ളൊരു യാത്ര നല്ല രസമായിരുന്നു. മക്കളൊക്കെ പാട്ടും ഡാൻസും ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 9:30 മണിയായപ്പോൾ പാലക്കാട് കോട്ടയിലെത്തി. ഈ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് 25 രൂപയാണ് വലിയവർക്ക്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ ഒന്നും വേണ്ട. ഈ കോട്ടക്കകത്തായിരുന്നു കുറച്ചു മുമ്പ് പാലക്കാട് സബ് ജയിൽ. പിന്നെ ഇത് മാറ്റി മലമ്പുഴയിലേക്ക് ആക്കിയിട്ടുണ്ട്. 4 വശത്തായി കാണുന്ന 7 കൊത്തളങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്ന ഈ വട്ടത്തിലുള്ള കോട്ട മതിലാണ്. കണ്ണൂരും ബേക്കലിലുള്ള കോട്ടകളൊക്കെ പാലക്കാട് കോട്ടയിനേക്കാൾ വലുതാണെങ്കിലും അവർക്ക് ഇതുപോലുള്ള കിടങ്ങൊന്നുമില്ലേ. AD 1766 ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദർ അലി ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഫ്രഞ്ച് സാങ്കേതിക രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്തു എന്ന് പറയുന്നു. പാലക്കാട് ഭരിച്ചിരുന്ന പാലക്കാട് ഇട്ടിക്കുമ്പി അച്ഛനു മുന്നേ ഈ കോട്ട ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ടിപ്പു സുൽത്താൻ്റെ കുതിരകൾക്ക് ഈ കിടങ്ങ് ചാടിക്കടക്കുവാനും കോട്ടമതിൽ മറികടക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. ഈ കോട്ടയുടെ അകത്ത് നിന്നും മൈസൂർ വരെ തുരങ്കമുണ്ടെന്നും ടിപ്പു രഹസ്യമായി ആ തുരങ്കത്തിലൂടെ പലവട്ടം പോയിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഫ്രഞ്ച് സൈന്യത്തിൻ്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് ടിപ്പു സുൽത്താനാകുന്നു. 1756-57 കാലഘട്ടങ്ങളിൽ പാലക്കാട് ഭരണാധികാരിയുടെ ക്ഷണം സ്വീകരിച്ച് മൈസൂർ രാജാവായ ഹൈദർ അലി എത്തുന്നത്. തൻ്റെ ശത്രുവായ സാമൂതിരിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു പാലക്കാട് അച്ഛൻ്റെ ഉദ്ദേശം. അച്ഛൻ തൻ്റെ എതിരാളിയായ സാമൂതിരിയെ വധിക്കുന്നതിനു വേണ്ടി ഹൈദർ അലിയെ സമീപിച്ചു.
പാലക്കാട് കണ്ട് ഇഷ്ടപ്പെട്ട ഹൈദരലി പാലക്കാട് സ്വന്തമാക്കി കോട്ട കൈയടക്കുകയും ചെയ്തു. കോട്ടയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഈ കോട്ട പണി കഴിപ്പിക്കാൻ 9 വർഷം എടുത്തു എന്ന് പറയുന്നു. കോട്ടക്കകത്ത് പ്രവേശിക്കാൻ വലിയൊരു കവാടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കവാടത്തിന് പ്രവേശിച്ചാൽ ഫസ്റ്റ് കാണുന്നത് ഹനുമാൻ കോവിലുമാണ്. ടിപ്പു സുൽത്താൻ്റെ എല്ലാ കോട്ടക്കകത്തും ഒരു ക്ഷേത്രമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാണുന്ന കൽമണ്ഡപങ്ങൾ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. അതിമനോഹരമായ കാഴ്ചയാണിത്. പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസ്, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഓഫീസൊക്കെ ഇപ്പോഴും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചരിത്രം വിളിച്ചറിയിക്കുന്ന ഒരിക്കലും വറ്റാത്ത കൽപ്പടവുകളോട് കൂടിയ കുളം കോട്ടയുടെ ഉള്ളിലെ മനോഹരമായ കാഴ്ച തന്നെയാണ്. നല്ല വെയിലും നല്ല കാറ്റുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. ഈ മാവിനും എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. യുദ്ധത്തിന് ആളുകളൊക്കെ കയറി നിന്ന് താണുപോയതാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് കോട്ടയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ പോകുന്നത് മലമ്പുഴ ഫാൻറ്റസി പാർക്കിലേക്കാണ്. അത് കഴിഞ്ഞ് ഡാമിലേക്കും പോകണമെന്ന് കരുതുന്നു. അതിൻ്റെ വീഡിയോയുമായി പിന്നീട് വരാം. അതുവരേക്കും ബായ്.